ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇക്കി. നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വീണ്ടും വന്നാട്ടോ. നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ജീപ്പിൻ്റെ അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്യാവശ്യം കാര്യമായിട്ടുള്ള ഒരു ഇതിൽ വണ്ടി ഇതുണ്ട്. ഇവിടെയൊക്കെ ഒരു പീസ് വെച്ച് സെറ്റ് ചെയ്തേക്കോട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാറുമ്പോൾ സൈഡിലത്തെ പീസും പോയി കൂട്ടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ പീസൊക്കെ പോയി. പ്ലാറ്റ്ഫോമിന് വേണ്ടി വെൽഡ് ചെയ്യുമ്പോഴത്തേനും സൈഡിലത്തെ പുട്ടി പൊളിഞ്ഞ് വരുമ്പോഴത്തേനും അവിടെ തുളയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പണിത് എന്തായാലും വേണ്ടില്ല, പതുക്കെ പണിത് റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. പിന്നെ ഈ കിടക്കുന്ന മാർച്ചിൽ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കച്ചവടം ആയതാട്ടോ. 2 വീൽ ഡ്രൈവ് വണ്ടിയായിരുന്നു. അപ്പോൾ അത് 4 വീലാക്കി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കച്ചവടം. അതിനുവേണ്ടി ഗിയർ ബോക്സൊക്കെ മേടിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇത് വാലേക്കും. പിന്നെ നമ്മുടെ ഈ വണ്ടിക്കകത്ത് നമുക്കിവിടെ റൗണ്ട് ടൈലൈറ്റ് നമ്മുടെ ജീപ്പിൻ്റെ അകത്തുണ്ടല്ലോ, അതേപോലത്തെ റൗണ്ട് ടൈലൈറ്റ് കൊടുക്കണമുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിനി സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ബോഡി പണി ബാക്കിയെല്ലാം ഫിനിഷ് ആയിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ബലമുണ്ട് കേട്ടോ. ഇതാണ് 4 വീലാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഗിയർ ബോക്സ് കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് കച്ചവടം ആയത് കേട്ടോ. പൈനാപ്പിൾ പുള്ളി വന്നു, ഒറ്റ വില പറഞ്ഞു 4 വീലാക്കി തന്നേക്കണം. പുള്ളിക്ക് അവിടെ തോട്ടത്തിൽ ഓടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ പൂപ്പാറ സൈഡിലേക്കാട്ടോ ഈ വണ്ടി പോകുന്നത്. എല്ലാം നമ്മുടെ മെറ്റഡോറിൻ്റെ പണി അത്യാവശ്യം പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കോട്ടോ. പക്ഷെ വലിയ എക്സ്പെക്റ്റേഷൻ അതൊന്നും വേണ്ടാന്നുള്ളൂ. കാരണം ഓടിച്ചിട്ടൊരു പെയിൻറ്റിങ് ഓടിച്ചിട്ടൊരു പണിയില്ല, അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇവനെ ഇറങ്ങുമ്പോഴത്തേനും എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഇറക്കണം എന്നുള്ളതാണ്. പടപടാന്നും പറഞ്ഞുകൊണ്ട് ഇനി കാര്യങ്ങൾ സ്പീഡാകുന്നു കേട്ടോ. ഡിസ്പ്ലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്താട്ടോ. ഇവര് 2 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ആക്കേണ്ടതുണ്ട്, പക്ഷെ ഇപ്പോൾ ഉടനെ ഒന്നും ആക്കുന്നില്ല എന്നാട്ടോ പറഞ്ഞേക്കണേ. അങ്ങനെ നമ്മുടെ മെറ്റഡോറ് പെയിൻറ്റിങ് ഏകദേശം ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ചെറിയ തോതിൽ ബ്ലാക്ക് കളർ ടച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളിൽ ബ്ലാക്ക് ടച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ സ്ഥലത്ത് പെയിൻറ്റ് പടർന്ന് പിടിച്ചിട്ടുണ്ട്, അത് ചെയ്യാനുണ്ട്. പിന്നെ ഈ ബീഡിങ്ങുകൾക്ക് ബ്ലാക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഏകദേശം സെറ്റായി. അതിന് പിന്നെ ഉള്ള വർക്കെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റ്ഫോം ബ്ലാക്ക് അടിക്കാനുണ്ട് കേട്ടോ. കണ്ടോ, പ്ലാറ്റ്ഫോമെല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെ, പക്ഷേ സൈഡെല്ലാം അടിച്ചു. ഇനി ടോപ്പും പ്ലാറ്റ്ഫോമും ഇതിൻ്റെ അകത്ത് അടിക്കാൻ കിടപ്പുണ്ട് പെയിൻറ്റ്. അതും കൂടെ അടിച്ച് കഴിഞ്ഞ് വൃത്തിയായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഉദ്ദേശിച്ചേക്കണത് ഫ്രണ്ടൊക്കെ കുഴപ്പമില്ല. അപ്പം ഇതടിച്ച് വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നേരെ വയറിങ്ങിനും കൊണ്ടു കൊടുക്കണം. അത്യാവശ്യം വയറിങ് വർക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴ്സിൽ വർക്കായിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബീഡിങ് കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ 2 ഷെയ്ഡ് വരുന്നത് കൊണ്ട്. അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് പൊളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അത്രയും ഭാഗത്ത് പെയിൻറ്റ് പൊളിഞ്ഞു വന്നു. ഇനി അത് ചെയ്യാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മരാമത്ത് പണികൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാൻ അങ്ങനെ പണി കഴിഞ്ഞ് ഇറങ്ങും കേട്ടോ. ഇവിടെ ഒരു ചളുക്കുണ്ട്, ഞാനത് നിവർത്താൻ വേണ്ടി നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതിങ്ങനെ കാര്യം പറഞ്ഞാൽ സക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ വരും, പക്ഷെ വന്നിട്ട് പിന്നെ റിട്ടേൺ പോകാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ 2 പീസ് തകിടാ വരുന്നത്. ഇതിപ്പോൾ കാര്യം പറഞ്ഞാൽ ഡയറക്റ്റ് അല്ല, ഇത് ഇവിടെ ഒരു പീസുണ്ട്, അതിൻ്റെ പുറത്തും ഒരു പീസുണ്ട്, ഡബിൾ ലെയർ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അത് പിന്നെ വലിയ പാടാന്ന് തോന്നിയുകൊണ്ട് തൽക്കാലം പണി പെയിൻറ്റിങ് വെച്ചേക്കോട്ടോ. ഈ ഒരു ഡോറിൽ മാത്രം അങ്ങനെ ചളക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ നമുക്ക് പല സമയത്തും നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചളക്ക കണ്ടോ, ഒരു ചളക്ക് പോലെ കാണുന്നുണ്ടോ. എന്നാലും ഇത്രയെങ്കിലൊക്കെ ആയില്ലേ, അത് തന്നെ വലിയ കാര്യം എന്ന് ഓർത്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം സാധാരണ ഇതിലൊരു സിമ്പിളായിട്ട് തുടങ്ങിയതാണ്, ചെറിയ പണിയുള്ളൂ, ചെറിയ തോതിൽ ചെയ്യണുള്ളൂ എന്നും പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അത്യാവശ്യം പണിയായി. എന്നായാലും കുഴപ്പമില്ല. ഓടിച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ്ങും ഓടിച്ചിട്ടുള്ള പണിയൊക്കെ എന്നാലും 2 കൊല്ലത്തേക്ക് ഇനി കിടന്ന് ഓടിക്കോളും. പണി തീർന്നിറങ്ങിയിട്ട് വേണം ചുമ്മാ ഇതുമായിട്ടൊന്ന് ഡ്രൈവ് പോകാൻ. ഒന്ന് വാഗമണ്ണും ഇടുക്കി മാമലക്കണ്ടം അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പോകണം. പറ്റുവാണെങ്കിൽ ഒന്ന് കൊടക്കോല രാവിലെ തന്നെ കൊടൈക്കനാലും പോകണം എന്നൊരാഗ്രഹം ഉണ്ട് കേട്ടോ.
കുഴപ്പമില്ല, അത്യാവശ്യം വർക്കൊക്കെ നന്നായിട്ടുണ്ട്. ഇന്ന് പെയിൻറ്റിങ്, ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങുകാരാണ് പ്രശ്നം. ഒരു ദിവസം വരും. ഇന്നലെ പതിവാണെങ്കിൽ തീർന്നു പോയതിനോട്ടോ പണി. പക്ഷേ ഇന്നലെ അവർ വന്നില്ല. ഇന്ന് വരുമെന്ന് ഓർത്തു, ഇന്ന് വന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ജീപ്പിന് ഒരു പണി കിട്ടിയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട് ഹൗസിങ്ങിൻ്റെ അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ യോക്കാൻ ടീത്ത് മാറിക്കളയാമെന്നും പറഞ്ഞാൽ അത് അഴിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചപ്പോൾ വീണ്ടും സൗണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ ഫ്രണ്ടിലെ ഹൗസിങ്ങിൻ്റെ ഉള്ളുവശത്തെ ക്രൗണും പിനിയനും അടിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ സൗണ്ട്. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാതിരിക്കാനും പറ്റത്തില്ല. എന്നാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മളിപ്പോൾ കാണിച്ചല്ലോ, ആ വണ്ടിയുടെ പണി നടക്കുമ്പോഴത്തേനും അത് ചെയ്ത് തീർക്കാണ്ട് എൻ്റെ വണ്ടി പണിയണതിനോട് എനിക്കൊരു താല്പര്യം കുറവുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വണ്ടി പണിയാൻ കയറ്റിയില്ല. അപ്പോൾ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം എന്ന നിലയിൽ ഞാൻ ഇവിടുത്തെ കപ്പ് അങ്ങ് ഊരി വെച്ചു. ഈ സൈഡും ആ സൈഡും ഊരി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൗസിങ്ങും ഇറങ്ങത്തില്ല, ജോയിൻറ്റും ഇറങ്ങത്തില്ല, അവിടെ കിടത്തോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവ് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ ആഴ്ചയെങ്കിലും അത് ശരിയാക്കണം. കാരണം ഈ ആഴ്ച കൂടി മറ്റേ വണ്ടിയുടെ പണി ഏകദേശം ഓൾമോസ്റ്റ് ആകും. അതായി കഴിയുമ്പോഴത്തേന് എൻ്റെ വണ്ടിയും കൊണ്ട് കയറ്റി പണിയണം. പിന്നെ അതുപോലെ നമ്മൾ വിഞ്ച് വണ്ടിയിലെടുത്ത് വെച്ചു കിട്ടും. കാര്യം പറഞ്ഞാൽ വിഞ്ചെല്ലാം വെച്ച് ഡ്രൈവ് പോകാനുള്ള ഫുൾ സെറ്റപ്പിൽ സജ്ജീകരണങ്ങളെല്ലാം നടത്തി സെറ്റായി നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു പണി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി 2 വീൽ ഡ്രൈവ് വണ്ടിയാട്ടോ. എൻ്റെ 4 വീൽ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ 2 വീലാണിപ്പോൾ. എല്ലാ സാധനങ്ങളും ഊരി വെച്ചത് കൊണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വണ്ടി ഒരെണ്ണം താന്നു, നമ്മുടെ മൂത്താപ്പാട വണ്ടി കേട്ടോ. അൽസാബിത്തും സച്ചോ കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് മൊത്തം താന്നിട്ട് അതിനെ വലിച്ചു കയറ്റാൻ വേണ്ടി പോയതാണിത്. ഏറെക്കുറെ കുറച്ച് ചെളിയൊക്കെ തെറിച്ചിരിപ്പുണ്ട്, കുറച്ചധികം അടിയിലൊക്കെ ഉണ്ട്. ഇനി ഒന്ന് വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് വേണം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ. നമ്മൾ വണ്ടി എപ്പോഴും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോഴത്തേനും വാഷ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കാരണം അവരടിയിലേക്ക് കയറി പണിയുമ്പോൾ അവരുടെ മുഖത്തും കണ്ണിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ 3 വണ്ടികളുടെയും ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. കാരണം ഒന്നും പ്രത്യേകിച്ചൊന്നും എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ പിന്നെ ഈ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും കുഴപ്പമില്ല, അടുത്ത ദിവസം എന്നായാലും വേണ്ട ഡ്രൈവ് പോയിട്ട് വേണം വീഡിയോ ചെയ്യാനെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നായാലും വേണ്ടില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെ ബൈ.